ആദ്യം തന്നെ നമ്മുടെ സുപ്രീം കോടതിക്ക് വലിയൊരു സല്യൂട്ട്. ഇതുപോലുള്ള ആർജവമായ വിധികൾ ജുഡീഷ്യറിയിൽ നമുക്കുള്ള വിശ്വാസത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുവാൻ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണകർത്താക്കൾ പൊതുജനങ്ങളുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത നിയമങ്ങൾ അന്ധമായി നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ അവകാശത്തിനായി നിലകൊള്ളുവാൻ ഒരു സുപ്രീം കോടതി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ വ്യാഴാഴ്ച ചരിത്രപരമായ ഒരു വിധിയിലൂടെ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദ് ചെയ്തു, ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദ് ചെയ്തത് മൂലം എന്താണ് ഇതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, എന്തായിരിക്കാം ഇതിൻ്റെ അനന്തരഫലങ്ങൾ എന്ന കാര്യങ്ങൾ നാം വിശദമായി ചർച്ച ചെയ്യുന്നു. എൻ്റെ പേര് ബിനോജ് തെക്കേടത്ത്. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചാനലിലേക്ക് ഇൻസൈറ്റ് വിത്ത് ബിനോജ്. 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങളുടെ ആദ്യ ഭരണ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് പദ്ധതി. ആ പദ്ധതിയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഏകപക്ഷീയമായി വിധി എഴുതിയിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരുന്ന ഒരു ന്യായം, കള്ളപ്പണം തടയുക, ബാങ്കിലൂടെയുള്ള ഇടപാടുകളാകുമ്പോൾ കൂടുതൽ സുതാര്യത ഈ കാര്യങ്ങൾക്ക് വരും എന്നുള്ളതായിരുന്നു. എന്നാൽ അതിൻ്റെ എസൻസ് ഈ കാര്യത്തിൽ നഷ്ടമായിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത്, ആരാണോ പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നത് അവരുടെ ഉറവിടം വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. നിയമപരമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരിൽ നിന്നാണോ പണം ലഭിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം ഉള്ളത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഈ വിവരം അറിയുവാനുള്ള, ആരൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നടത്തിയിരിക്കുന്നത് എന്നുള്ള വിവരം അറിയുവാനുള്ള പൊതുജനങ്ങളുടെ അടിസ്ഥാന അവകാശം, ഭരണഘടനാപരമായ അടിസ്ഥാന അവകാശം ലംഘിക്കപ്പെടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇതിനെ ഭരണഘടനാ വിരുദ്ധം എന്ന് വിധി പ്രസ്താവിച്ചതും ഇതിനെ നിരോധിക്കുന്നതും. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ അന്യായമായി സഹായിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു അതിന് തൊട്ടു മുമ്പായി ഒരു പക്ഷേ നമ്മൾ വളരെ ലളിതമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണ് ഒരു ബോണ്ട് എന്നുള്ളതാണ്. ബോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതുപോലെ ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ടു കളക്ട് ക്യാപിറ്റൽ. അതായത് കമ്പനികൾക്കോ ഗവൺമെന്റുകൾക്കോ ഗവൺമെന്റ് ഇതര ഏജൻസികൾക്കോ അവരുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഇറക്കുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് പണം സ്വരൂപിക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് സാധാരണഗതിയിൽ ഒരു നിശ്ചിത കാലയളവിലാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റ് കോർപ്പറേറ്റുകളെല്ലാം ഇഷ്യൂ ചെയ്യുന്നത്. ചിലപ്പോൾ 7 വർഷമായിരിക്കാം, ചിലപ്പോൾ 15 വർഷമായിരിക്കാം. ഞാൻ ഒരു ബോണ്ട്, ഒരു കമ്പനിയുടെ ബോണ്ട് ഞാൻ ഒപ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ എനിക്ക് വർഷാവർഷം ഒരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് ഈ ബോണ്ടിൽ നിന്ന് ലഭിക്കുകയും മച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവുകയും എനിക്ക് എൻ്റെ പണം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. അതായത് ചുരുക്കിൽ പറഞ്ഞാൽ ഇതൊരു ലളിതമായ നിക്ഷേപ മാർഗമാണ്, ഒരു സെക്യൂർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തഡോളജിയാണ് ബോണ്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുകയാണെങ്കിൽ രണ്ടിലും ബോണ്ട് എന്നുള്ള പേര് ഉണ്ട് എന്നുള്ളത് അല്ലാതെ ഇത് തമ്മിൽ യാതൊരു ബന്ധവുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഇത് നേരെ മറിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് രഹസ്യമായി പണം സ്വരൂപിക്കുന്നതിനുള്ള ഒരു നിയമപരമായ ഒരു പദ്ധതിയാണ്. അന്നേരം ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നും, എന്താണ് ഇതിൻ്റെ തെറ്റ്? ഇതിൻ്റെ തെറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 2017 ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നടപ്പിലാക്കിയത്. 2017 മുതൽ 23 വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ചില പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം ലഭിച്ചിരിക്കുന്ന സംഭാവനയുടെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. BJPക്ക് നമ്മുടെ കേന്ദ്രത്തിലും മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലും ഭരണത്തിലിരിക്കുന്ന BJPക്ക് ലഭിച്ചിട്ടുള്ളത് ഏകദേശം 6500 കോടിയിൽ പരം രൂപയാണ്.
നേരെ മറിച്ച് കോൺഗ്രസ് ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണത്തിലുള്ളൂ. കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് 1200 കോടി രൂപയാണ്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ ഏറ്റവും വലിയ ശക്തിയാണ്. മമതാ ബാനർജി വലിയൊരു നേതാവാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്നത് 1090 കോടി രൂപയാണ്. നമ്മൾ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ സഹായിക്കുന്ന ഒരു അന്യായ വ്യവസ്ഥയാണ് ഇലക്ട്രൽ ബോണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു വസ്തുത, ഭരണത്തിലിരിക്കുന്ന പാർട്ടികളെ അന്യായമായി സഹായിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇലക്ട്രൽ ബോണ്ട്. എങ്ങനെയാണ് ഇത്? നമുക്ക് വളരെ ലളിതമായി ചിന്തിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ ഡോണറുടെ പേര് നിയമപരമായി പുറത്ത് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം 1 ലക്ഷം രൂപ സംഭാവന ചെയ്യുകയാണെങ്കിൽ നിയമപരമായി അവർക്ക് എൻ്റെ പേര് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. RTA ആക്ടിൻ്റെ പരിധിയിൽ പോലും ഈ നിയമം വരുന്നില്ല. അതുകൊണ്ട് തന്നെ സങ്കല്പിക്കുക, ഞാനൊരു കോർപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയ വ്യക്തിയാണ്. എനിക്ക് ഒരു കാര്യം അന്യായമായി നേടിയെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഞാൻ ആ ഭരണത്തിൽ ഞാൻ എവിടെയാണോ എനിക്ക് ആ കാര്യം നടത്തേണ്ടത് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ, അവിടെ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ സമീപിക്കും. സ്വാഭാവികമായിട്ടും എനിക്ക് അന്യായമായ ഒരു കാര്യം നേടിയെടുക്കേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്കും ഒരു പ്രതിഫലം നൽകണം. അന്നേരം ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെടുന്നു. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന XYZ കാര്യങ്ങൾ ചെയ്തു തരികയാണ് എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഞാൻ ഇത്ര എമൗണ്ട് സംഭാവന ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ തമ്മിലൊരു കരാറിൽ ഏർപ്പെടുന്നു. എനിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണ പാർട്ടിയുടെ സഹായത്തോടുകൂടി ഈ അന്യായമായ കാര്യങ്ങൾ നടപ്പിലായി കിട്ടുന്നു. ഇവർക്കുള്ള പ്രതിഫലം ഞാൻ എങ്ങനെ നൽകുന്നു? ഇവർക്കുള്ള പ്രതിഫലം ഞാൻ നിയമപരമായി നൽകുന്നു. എങ്ങനെ? ഇലക്ടറൽ ബോണ്ട് പദ്ധതി പ്രകാരം. നേരെ ഞാൻ കൈക്കൂലി കൊടുക്കുന്നതിന് പകരം ഈ കൈക്കൂലിക്ക് തത്തുല്യമായി ഞാൻ ഇവർക്ക് സംഭാവന കൊടുക്കുന്നു. എങ്ങനെ? ഇലക്ടറൽ ബോണ്ട് പദ്ധതി പ്രകാരം. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? ഇത് നിയമപരമായി എന്നുള്ളത്, ഞാൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് എൻ്റെ പേര് നിയമപരമായി ഒരിടത്തും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ അടിവരയിട്ട് ഈ കാര്യം തങ്ങളുടെ വിധിന്യായത്തിൽ പ്രസ്താവിച്ചത്. അന്യായമായി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ഒരു മാർഗമായി വ്യക്തികളും കോർപ്പറേറ്റുകളും ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ കാണുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു ആ രീതിയിൽ. അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായി വിധിന്യായത്തിൽ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുകയും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് അതിനെ റദ്ദ് ചെയ്യുകയും ചെയ്തത്. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 6500 കോടി രൂപയാണ് BJPക്ക് സംഭാവനയായി ലഭിച്ചത്. കോൺഗ്രസിന് 1200 കോടി രൂപ, തൃണമൂൽ കോൺഗ്രസിന് 1000-ൽ പരം കോടി രൂപ. ഞാൻ പറയുന്നത് എല്ലാ സംഭാവനയും അന്യായമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ആണ് എന്നുള്ളതല്ല. പക്ഷേ ഇതിൽ ഈ സംഭാവനയിൽ ഭൂരിഭാഗവും അന്യായമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ ഒരു വസ്തുതയാണ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം ഈ പ്രക്രിയകൾ, ഈ സംഭാവന പ്രക്രിയകൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പലർക്കും ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണയുണ്ടാവില്ല. അതുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു ചിന്തയ്ക്കായി ഇതിൻ്റെ മെത്തഡോളജി എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ വർഷവും ഗവൺമെൻറ് ഇതിനെപ്പറ്റി, കേന്ദ്ര ഗവൺമെൻറ് ഒരു നിശ്ചിത കാലയളവിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം സംഭാവന സ്വീകരിക്കുന്നതിന് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. സാധാരണഗതിയായി ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് 4 മാസങ്ങളിലാണ്. ഒന്ന് ജാനുവരി, ഏപ്രിൽ, അതുപോലെ തന്നെ ജൂലൈ, ഒക്ടോബർ. ഇങ്ങനെ 4 മാസങ്ങളിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിജ്ഞാപനം ഗവൺമെൻറ് പണം സംഭാവന സ്വീകരിക്കുന്നതിനുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നത്. എന്നിട്ട് ഗവൺമെൻറ് സാധാരണഗതിയിൽ നൽകുന്നത് ഒരു 10 ദിവസത്തെ വിൻഡോയാണ്. ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം നൽകണമെങ്കിൽ ഈ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശാഖയിലൂടെയാണ്. അന്നേരം ഉദാഹരണത്തിന് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംഭാവന നൽകുവാനുണ്ടെങ്കിൽ ഗവൺമെൻറ് വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ച ഉടനെ ഞാൻ ഇതിൻ്റെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ നിശ്ചിത ശാഖയിൽ ചെല്ലുകയും എൻ്റെ KYC ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് ഞാൻ ഈ ഇലക്ട്രൽ ബോണ്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഈ ശാഖയിൽ നിന്ന് ഏതെങ്കിലും നിശ്ചിത ശാഖയിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രൽ ബോണ്ട് വരുന്നത് 5 ഡിനോമിനേഷനിലാണ്. അതായത് 1000 രൂപയിൽ തുടങ്ങി
1 കോടി രൂപയിൽ അവസാനിക്കുന്ന 5 ഡിനോമിനേഷനാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇറക്കുന്നത്. ഞാൻ അന്നേരം എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശാഖയിൽ നിന്ന് വാങ്ങുകയും പിന്നീട് ഈ ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിൽ നേരിട്ട് പോയി അവരുടെ പ്രതിനിധികൾക്ക് നേരിട്ട് കൊടുക്കണമെന്നാണ് നിയമം. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരമുള്ള നിയമം നേരിട്ട് പോയി നമ്മളത് അവർക്ക് കൈമാറണമെന്നുള്ളതാണ്. അതിനോട് കൂടി വായിക്കേണ്ടത് ഒരു വസ്തുത, ഇതൊരു ബിയറർ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ആർക്കാണോ ഈ ഇലക്ട്രൽ ബോണ്ട് കൈവശം ഇരിക്കുന്നത് അവർക്ക് ഇത് ക്യാഷാക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവനയായി കൊടുത്തിരിക്കുന്ന ഈ ഇലക്ട്രൽ ബോണ്ട് 15 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശാഖയിലൂടെ അവർ ക്യാഷാക്കി മാറ്റാവുന്നതാണ്. പക്ഷേ ആരാണോ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ സംഭാവന നടത്തിയിരിക്കുന്നത്, ഡോണറിൻ്റെ പേര് രാഷ്ട്രീയ പാർട്ടികൾ ഒരിടത്തും രേഖപ്പെടുത്തേണ്ടതായ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന പണം എപ്പോഴും അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ ഡോണറിനെ പറ്റിയുള്ള വിവരങ്ങൾ ഒരിടത്തും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് അഴിമതിയിലേക്ക് വഴിവെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതേസമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഈ സംഭാവനയെ പറ്റിയുള്ള കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം. അവിടെയും ഡോണറിനെ പറ്റിയുള്ള വിവരങ്ങൾ സമർപ്പിക്കേണ്ടതില്ല. ഡോണറുടെ പറ്റിയുള്ള വിവരങ്ങൾ എപ്പോഴും അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെയാണ് വിധിന്യായത്തിൽ പറയുന്നത്, അജ്ഞാതമായ ഫണ്ട് ശേഖരണം ഭരണഘടനാപരമല്ല. അതാണ് സുപ്രീം കോടതി പറയുന്നത്. ഇറ്റ്സ് നോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ. അങ്ങനെയാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ ഈ ചരിത്രപരമായ വിധിയുടെ അനന്തരഫലങ്ങൾ എന്തായിരിക്കും, അത് നമുക്ക് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിധി ഒരിക്കലും നമ്മുടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല. അത്രത്തോളം ഒരു ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുവാനുള്ള രീതിയിലുള്ള ഒരു പ്രാധാന്യം ഈ വിധിയിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് പൊതുജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കായി ഈ വിധി എന്നും നിലകൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ വിധിയുടെ അനന്തരഫലമായി ഇനി സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാത ഫണ്ടുകൾ സ്വീകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ അടയുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെയായി ആ വഴിയിലൂടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ അഴിമതി നടത്തുന്നതിനുള്ള മാർഗം കോർപ്പറേറ്റുകൾക്കും പൊതുജനങ്ങൾക്കും നഷ്ടമാവുകയാണ്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ഈ മാർഗത്തെ കാണുന്നവരുടെ മുന്നിൽ ആ മാർഗം അടയുകയാണ്. അതുപോലെ തന്നെ സുപ്രീം കോടതി ഇതിനോടനുബന്ധിച്ച് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. 2019 ഇത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി പ്രകാരം സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് ഇതിനെ സംബന്ധിച്ച് ഇറക്കിയിരുന്നു. പുതിയ വിധിന്യായത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 2019 തങ്ങളുടെ ഇടക്കാല ഉത്തരവിൻ്റെ ദിവസം മുതൽ 2024 വരെ എത്രത്തോളം സംഭാവനകളാണ് ഇലക്ട്രൽ ബോണ്ട് പ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ കളക്ട് ചെയ്തിരിക്കുന്നത്, ആ വിവരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർച്ച് 6 മുമ്പ് ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. അതായത് ഡോണറുടെ പേരും വിവരവും വളരെ വ്യക്തമായി ആ കൈമാറുന്ന വിവരത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2024 മാർച്ച് 16 മുമ്പ് ഈ പറയുന്ന വിവരങ്ങൾ എല്ലാം ഇലക്ഷൻ കമ്മീഷൻ തങ്ങളുടെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തണം. അന്നേരം സുപ്രീം കോടതി പറയുന്നത് വളരെ വ്യക്തമാണ്. ഇനി മുതൽ ഒരു അജ്ഞാത ഫണ്ടില്ല. നിങ്ങൾക്ക് അജ്ഞാതമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അവരെ സ്വാധീനിക്കുവാൻ സാധിക്കില്ല. അതിന് സുപ്രീം കോടതി ഒരു മുൻകാല പ്രാബല്യം കൂടി ഇടുന്നു. 2019 മുതൽ നടത്തിയിട്ടുള്ള എല്ലാ സംഭാവനകളും വെളിച്ചത്ത് കൊണ്ടുവരിക, അതിൻ്റെ കണക്കും കാര്യങ്ങളും പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുക. ഇതാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറയുന്നത്. നമുക്ക് പ്രത്യാശിക്കാം ഇതുപോലുള്ള ചരിത്രപരമായ നിയമങ്ങൾ, ചരിത്രപരമായ വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. പൊതുജനങ്ങൾക്ക് യുക്തിപരമായിട്ടുള്ള അല്ലാത്ത നിയമങ്ങൾ തങ്ങളുടെ ഭരണകർത്താക്കൾ നടപ്പിലാക്കുമ്പോൾ തങ്ങളുടെ മുമ്പിൽ ഒരു കാവലാളായി സുപ്രീം കോടതി പോലെയുള്ള നിയമപരമായ സ്ഥാപനങ്ങൾ എന്നും തങ്ങളുടെ സംരക്ഷണത്തിനായി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്നും ജനങ്ങൾക്കുണ്ടാകുവാൻ ഇതുപോലുള്ള വിധികൾ സാധ്യമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അടുത്ത മാസത്തിൽ പുതിയൊരു വീഡിയോയിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക.